വളരെ കാലത്തിന് ശേഷം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ട ആ മഹത്തായ ദിവസം എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭ്രമയുഗം സ്റ്റാറിംഗ് മമ്മൂക്ക, അർജുൻ അശോകൻ ആൻഡ് സിദ്ധാർത്ഥ് ഭരതൻ. ഒരു മൂവി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ടർ ഫോക്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവിയിലെ ഓരോ സീൻസും ഫ്രെയിംസും എങ്ങനെ ഓഡിയൻസിനെ എൻഗേജിങ് ആക്കി കൊടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് പല കാര്യങ്ങൾ യൂസ് ചെയ്യും. അപ്പം പ്രോപ്പർട്ടീസ് ആവാം, സീനറി ആവാം, ലാൻഡ്സ്കേപ്സ്, അതേപോലെ കളേഴ്സും നമ്മൾ കണ്ടിട്ടുണ്ട്. കളേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഓഡിയൻസ് ആയിട്ട് നമ്മൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ചില സീൻസിലൊക്കെ കളേഴ്സ് വെച്ചിട്ട് നമ്മൾ അത് ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. റീസെൻ്റ്ലി വാലിബൻ എന്ന് പറഞ്ഞ സിനിമ, മയിലക്കോട്ടെ വാലിബനിൽ നമ്മളത് ഒരുപാട് കണ്ടതാണ്. ഓരോ കാര്യത്തിനും ആ ഒരു സീനിൻ്റെ സക്സസ് അല്ലെങ്കിൽ ആ ഒരു ഫ്രെയിമിൻ്റെ സക്സസ്സിന് ഇതിൽ ഓരോന്നിനും ഈക്വൽ വെയിറ്റേജ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇതിൽ ഒരു കാര്യം എടുത്ത് കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് കംപ്ലീറ്റ്ലി ചേഞ്ച് ദ ആസ്പെക്ട്. അതായത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു ആസ്പെക്ട് കംപ്ലീറ്റ്ലി മാറിപ്പോവും. ഇവരിതിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള കളർ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തിരിക്കുന്നത്. മോണോക്രോമിലാണ് ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായി തോന്നും, ഇത് എങ്ങനെയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് ഇത് എത്തുക, ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കും എന്നുള്ളത്. ഇപ്പം പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണുമ്പം വി ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് മോർ. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ്, നമ്മുടെ ബ്രെയിൻ അങ്ങനെയാണ് വയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഒരുപാട് കടന്നു കഴിഞ്ഞു, നമുക്ക് കാലം ഒരുപാട് കടന്നു കഴിഞ്ഞു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസൊക്കെ കഴിഞ്ഞിപ്പം ടെക്നോളജി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ട്രൂ കളേഴ്സ് കിട്ടുന്ന രീതിയിലുള്ള ക്യാമറ എക്യുപ്മെൻറ്റ്, ലൈറ്റിങ്, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം വന്നപ്പോഴത്തേക്കും കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ജസ്റ്റ് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ഇൻ എ മൂവി. അപ്പം ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഓഡിയൻസ് എടുക്കണമെന്ന് ഞാനും ചിന്തിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണമെന്ന് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ബിക്കോസ് ഈ ഒരു ഇത് എങ്ങനെ വർക്കൗട്ട് ആവും, ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് എൻ എക്സ്പെരിമെൻറ്റ്. ഇത് എങ്ങനെ വർക്കൗട്ട് ആവും. ഈ സിനിമ തുടങ്ങുമ്പോൾ നമുക്ക് കുറച്ച് നേരം ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഒരു കുറച്ച് അങ്ങോട്ട് മൂവി ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, വൺസ് വി എൻറ്റർ ദ മൂവി, നമ്മൾ ആ മൂവിക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടോട്ടലി ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവിയാണെന്നുള്ള കാര്യമേ നമ്മൾ മറന്നു പോകും. എനിക്ക് തോന്നിയത് സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡ് തന്നെ അതിൽ ഓരോ സീൻസിലും കളേഴ്സ് അപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ചില സീൻസിനെ കുറിച്ചൊക്കെ ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അത് കളറായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദ കോൺഫിഡൻസ് ടു ഗോ വിത്ത് മോണോക്രോം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിന് തന്നെ നമ്മളൊരു വലിയ പ്രൈസ് കൊടുക്കേണ്ടതാണ് ടു ദ ഡയറക്ടർ രാഹുൽ സദാശിവം. ബിക്കോസ് ഹി പ്രൂവ്ഡ് ഇറ്റ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കൊണ്ടും നമുക്ക് ഓഡിയൻസിനെ അതേപോലെ, ഒരു കളറിൽ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഓഡിയൻസിനെ എൻഗേജിങ് ആയിട്ട് ഈ സിനിമയിൽ പിടിച്ചെടുത്താൻ പറ്റുന്നുള്ളൊരു കാര്യം പുള്ളി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇറ്റ് വാസ് എൻ എക്സ്പെരിമെൻറ്റ് ആൻഡ് ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്, ഐ വുഡ് സേ. ഇനി വരുന്ന എനിക്ക് തോന്നുന്നു മൂവീസ് ചിലപ്പോൾ ഇത് ട്രൈ ചെയ്തുകൂടാന്നില്ല. എനിക്ക് തോന്നുന്നു വേറെ ഇത് ഇൻസ്പിറേഷനായിട്ട് എടുത്ത് വേറെ മൂവീസ് ചിലപ്പോൾ ഇത് ചെയ്തുകൂടാന്നില്ല. ഞാൻ പറഞ്ഞ പോലെ ഈ ഓരോ ആസ്പെക്ട്സും ഒരു സീനിൻ്റെ സക്സസ് എന്ന് പറഞ്ഞതുപോലെ കളർ എന്ന് പറഞ്ഞ ഈ ആസ്പെക്റ്റ് അവർ എലിമിനേറ്റ് ചെയ്തത് അവർ വേറെ ചില ആസ്പെക്ട്സിൽ കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്നത് മ്യൂസിക് യൂസ് ചെയ്തിട്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ മൂവിയിൽ നമുക്ക് ഓരോ ഇൻസ്റ്റൻസിലും നമ്മളെ ആ മ്യൂസിക് വെച്ചിട്ട് നമ്മളെ പിടിച്ചിരുത്തും. ഒരിടത്ത് പോലും നമുക്കൊരു ബോറിങ് എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്കൊരു ലാഗ് ഫീൽ ചെയ്യുന്നു. ഇപ്പം ഒരു ചില പോർഷൻസിൽ ഇപ്പം നമുക്ക് ലാഗ് പോലെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി ഫ്രം ദ ബാക്ക്ഗ്രൗണ്ട് യു ക്യാൻ ഫീൽ ദാറ്റ് റംബ്ലിംഗ് സൗണ്ട്സ്. അങ്ങനെയൊക്കെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ യൂസ് ചെയ്തിട്ട് അവരത് ബാലൻസ് ചെയ്തൊക്കെയാണ്. ഈ പടത്തിലെ മ്യൂസിക് സോങ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ക്രിസ്റ്റോ സേവിയർ, ഹാറ്റ്സ് ഓഫ് ടു യു മാൻ. സീരിയസ്ലി കഴിഞ്ഞ 4-5 ദിവസമായിട്ട് എൻ്റെ സ്പോട്ടിഫൈ ഞാൻ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുന്ന ഭ്രമയുഗം സോങ്സ് ആണ്. ഒന്നും പറയാനില്ല. ലൈക്ക് ഇറ്റ്സ് addictive. The way he created the music is like too good. അപ്പം ഞാൻ ഒരു ഇൻ്റർവ്യൂവിൽ സിദ്ധാർത്ഥ് ഭരതൻ അവർ പറയുന്നത് കേട്ടു. ലൈക്ക് ഹി ക്രിയേറ്റഡ് ഹിസ് ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ്. ചെറിയ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ പുള്ളി ക്രിയേറ്റ് ചെയ്തു ചില സൗണ്ട്സ് ഇതിന് വേണ്ടി ഉണ്ടാക്കാനായിട്ട്. അപ്പം ആ ലെവൽ ഓഫ് ഡെഡിക്കേഷനിൽ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ്. ഈ മൂവിയുടെ സക്സസിൻ്റെ ഒരു 50% ഐ വുഡ് സേ ഇറ്റ് ഗോസ് ടു ദ മ്യൂസിക്. 50 മേളിലുണ്ടെങ്കിലേ ഉള്ളൂ. കാരണം അതിൻ്റെ ആ മ്യൂസിക് ആൻഡ് സോങ്സ് വെച്ചിട്ടാണ്. അതുമാത്രമല്ല ഈ സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇട്ടേക്കുന്നത് ചുമ്മാ ഇവിടെ ഒരു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് എടുത്തിട്ടൊക്കെയല്ല. ദേ ഹാവ് ലൈക്ക് എന്താ പറയുക, ആ സിനിമയായിട്ട് നല്ല ഒരു ഫ്ലോയിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുന്നു ആ സോങ്സ്. ബിക്കോസ് ആ പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇത് വേറെ ലെവലാണ്. അതില്ലാതെ എനിക്ക് ഈ മൂവി ചിന്തിക്കാൻ പോലും വയ്യ. ഈ മൂവിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സൂട്ട് ചെയ്യുന്നത്. ബിക്കോസ് എനിക്ക് ഈ മൂവിക്ക് തോന്നിയ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കാണ്. ബിക്കോസ് ഇതിൻ്റെ ഈ കൺസെപ്റ്റ്, സ്റ്റോറി എല്ലാം നമുക്ക് ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ ബ്രീഫായിട്ട് പറയാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ ഡാർക്ക് എന്ന് പറഞ്ഞ തീമിന് ഇതിൽ കൂടുതൽ നല്ല ഒരു കളറിങ് എനിക്ക് തോന്നുന്നില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇതിന് ഏറ്റവും പറ്റിയത്. ഇതിൽ വേറെ ഡയറക്ടറിൻ്റെ ഒരുപാട് എഫേർട്ട് ആക്ച്വലി കുറയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ സിനിമയിൽ.
ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതോടുകൂടി. ഇപ്പം കളർ എന്ന് പറയുമ്പോഴത്തേക്കും മേ ബി ഹി ഹാസ് ടു ഡു മോർ ടു ഗിവ് ദ സെയിം എഫക്റ്റ്. മനസ്സിലായില്ലേ? ആ ഒരു സീൻ ആവശ്യപ്പെടുന്ന ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് കൊണ്ടുവരണമെങ്കിൽ കളറാണെങ്കിൽ എനിക്കൊന്ന് ഡയറക്ടർ ചിലപ്പോൾ കാസ്റ്റ് കുറച്ചും കൂടുതൽ പെർഫോം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ കൂടുതൽ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യേണ്ടി വരും. ഇത് ടു ആൻ എക്സ്റ്റെൻറ്റ് എനിക്ക് തോന്നുന്നു ഡയറക്ടറിൻ്റെ ജോബ് കുറച്ച് എളുപ്പമാക്കുകയാണ് ചെയ്തത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബിക്കോസ് അത് ആ സിനിമയിൽ ആ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടി അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ സിനിമയുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഡീപ്പായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞാൽ ഇറ്റ് മൈറ്റ് ഗിവ് അവേ സം ഓഫ് ഇറ്റ്സ് ക്രൂഷ്യൽ ആസ്പെക്ട്സ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് സ്പോയിലറായി മാറാൻ സാധ്യതയുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമുക്ക് ആ സീൻസൊക്കെ വളരെയധികം എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രോപ്പർട്ടീസ്, ആർട്ട് പ്രൊഡക്ഷൻ അവർ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ആ ഒരു പഴയ ഒരു മനയ്ക്കകത്താണ് ഇത് കൂടുതലും നടക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ഓരോ പ്രോപ്പർട്ടീസ്, ഓരോ റൂംസ്, അല്ലെങ്കിൽ അവിടെ ഒരു മേശപ്പുറത്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, അതൊക്കെ ആ കാലഘട്ടത്തിന് വേണ്ടി അവർ കറക്റ്റായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ, ഇറ്റ് ഇസ് ടു ഗുഡ്. ഐ മീൻ നമുക്കത് ഫീല് ചെയ്യും. മനസ്സിലായില്ല? നമ്മൾ ആ ഒരു കാലഘട്ടത്തിലാണ് എന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. പിന്നെ മൂവി ട്രൂലി എൻഗേജിങ് ആയിരുന്നു. ബിക്കോസ് 2.25 മണിക്കൂർ 2.5 മണിക്കൂർ അടുപ്പിച്ചായിരുന്നു ഈ മൂവി. ഇൻ്റർമിഷൻ പോലും നമുക്കിവിടെ തിയേറ്ററിൽ ഇൻ്റർമിഷൻ പോലും കിട്ടിയില്ല. കണ്ടിന്യൂസ്ലി അങ്ങ് കംപ്ലീറ്റ്ലി കാണേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ എന്നിട്ടും എനിക്ക് ഒരിടത്ത് പോലും എൻ്റെ കണ്ണടഞ്ഞു പോവുക, ബോറടിക്കുക ഒന്നുമില്ല. ഐ വാസ് ലൈക്ക് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ടു ദ മൂവി. എനിക്ക് ഒരു ഡിസ്കണക്റ്റോ ഒന്നും ഫീൽ ചെയ്തില്ല. ചിലർ പറയുന്നിട്ട് ഫസ്റ്റ് ഹാഫിൽ എന്തോ ചെറിയ ലാഗ് ഉണ്ടെന്ന്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ബിക്കോസ് ആക്ടിങ്ങിൻ്റെ ആ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി ലൈൻ, ആ മ്യൂസിക് ഐ മീൻ അത് നമ്മൾ പറഞ്ഞു പോകും, വീണ്ടും വീണ്ടും പറഞ്ഞു പോകും. നമ്മളെ ഒരിടത്തും അത് നമ്മളെ ഡൗൺ ആവാൻ സമ്മതിക്കത്തില്ല. ആ മ്യൂസിക് എവിടെയെങ്കിലും ഒരു ഡൗൺ ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ മ്യൂസിക് എലിവേറ്റ് ചെയ്ത് നമ്മളെ പിടിച്ചങ്ങ് കയറ്റുകയാണ്. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് ബിയോണ്ട് വേർഡ്സ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമ കാണുകയാണെങ്കിൽ നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പം ഓക്കെ, എനിക്കിപ്പോൾ ഈ പടം ഒന്നും കൂടെ തിയേറ്ററിൽ പോയി കണ്ടാൽ കൊള്ളുന്നുണ്ട്. ബട്ട് അഗെയിൻ ഇവിടെ ലിമിറ്റഡ് ഷോസേ ഉള്ളൂ ജർമ്മനിയിൽ. അതുകൊണ്ട് ഇനിയിപ്പോൾ അത് OTT-യിൽ വരണമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും കാണും. പക്ഷേ OTT-യിൽ കാണാതിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങൾ കാണുമ്പോൾ ഒരു നല്ലൊരു സറൗണ്ട് സൗണ്ട് സിസ്റ്റം വെച്ചിട്ടോ, അല്ലെങ്കിൽ ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് എന്തെങ്കിലും വെച്ചിട്ട് ഈ സിനിമ കാണാം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഈ കളർ കോമ്പൻസേറ്റ് ചെയ്തിരിക്കുന്നത് അവർ മ്യൂസിക് വെച്ചിട്ടാണ്. അപ്പം അത് നിങ്ങൾ മിസ് ഔട്ട് ആവരുത്. അല്ലെങ്കിൽ ഈ മൂവി നമുക്ക് കംപ്ലീറ്റ് ഇമേഴ്സീവായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല. നൗ കമ്മിങ് ടു ദ ആക്ടിങ്. സ്ക്രീനിൽ കൂടുതൽ സമയം കാണുന്നത് അർജുൻ അശോകനാണ്. പുള്ളിക്ക് നല്ല സ്ക്രീൻ ടൈം ഉണ്ട് ഈ സിനിമയിൽ. പുള്ളിയുടെ കരിയറിലെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസ്, അല്ലെങ്കിൽ പുള്ളിയുടെ കരിയറിലെ ദി ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ സിനിമ. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഗോയിങ് ടു ഓപ്പൺ എ ലോട്ട് ഓഫ് ഡോർസ് ഫോർ ഹിം വേറെ പുതിയ മൂവീസിലൊക്കെ പുള്ളിക്ക് എന്തായാലും. കാരണം ഇത് 5 ഭാഷകളിലെന്തോ ഈ മൂവി ഡബ് ചെയ്ത് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഇൻഡസ്ട്രിയിലും ഇതിൽ അഭിനയിച്ചവർക്ക് എന്തായാലും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതേപോലെ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, ഐ മീൻ വെരി അണ്ടർ റേറ്റഡ് ആക്ടർ. ആൻഡ് പുള്ളിയുടെ കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആപ്റ്റ്. കാരണം പുള്ളിയുടെ റോളിന് പകരം വേറൊരാളെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. എസ്പെഷ്യലി പുള്ളിക്ക് നാച്ചുറലി തന്നെ ഒരു സാഡ് ഫേസാണ്. നമ്മൾ എപ്പോഴും പുള്ളിയെ കാണുമ്പോഴത്തേക്കും പുള്ളിക്ക് ഒരു സാഡ് ഫേസാണ്. പിന്നെ ആ പുള്ളിയുടെ സൗണ്ടിൻ്റെ ആ ഒരു ബാസും ആ ഒരു മോഡുലേഷനൊക്കെ നോക്കുമ്പോഴത്തേക്കും പുള്ളിയുടെ നാച്ചുറൽ സൗണ്ട് ഈ റോളിന് പറ്റിയ സൗണ്ടായിരുന്നു. ഐ മീൻ ലൈക്ക് അത് അവരെങ്ങനെ കാസ്റ്റ് ചെയ്തെന്ന് എനിക്കറിയണം. ബട്ട് ഇറ്റ് വാസ് എ ഐഡിയൽ കാസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ് വാസ് റിയലി റിയലി ടു ഗുഡ്. ഒരിടത്തും ഒരു പോരായ്മയും പറയുന്നില്ല. അവർ ആ ലെവലിലാണ് അത് കീപ്പ് ചെയ്തത്. സേവിങ് ദ ബെസ്റ്റ് ഫോർ ദ ലാസ്റ്റ്, മമ്മൂക്കയെക്കുറിച്ച് ഇനി പറയാനൊന്നും ഇല്ല. ഐ മീൻ ലൈക്ക് ഹി കീപ്സ് സർപ്രൈസിങ് അസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം നമ്മളെപ്പോഴും വിചാരിക്കും നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞു, നമുക്ക് ഓഫർ ചെയ്യേണ്ട എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കുമ്പോഴായിരിക്കും പുതിയൊരു സാധനമായിട്ട് പുള്ളി വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വുഡ് സേ മമ്മൂക്കയുടെ കരിയറിൽ തന്നെ നമുക്ക് ഈ ടോപ്പിൽ നമുക്ക് എടുത്ത് വയ്ക്കാമല്ലോ. കുറേ റോൾസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ടോപ്പിൽ ഒരു 5-10 റോൾസ് വയ്ക്കുമെങ്കിൽ അതിലേക്ക് ഈസി ആയിട്ട് വരുന്ന ഒരു റോളാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതും പുള്ളിയുടെ കരിയറിലെ ഈ ഒരു പോയിന്റിൽ ഇത്രയും ലേറ്റായിട്ട് ഹീസ് ഡെലിവറിങ് സച്ച് കൈൻഡ്സ് ഓഫ് റോൾസ് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല എന്ന് വേണം പറയാൻ. ബിക്കോസ് പുള്ളി അതിൽ അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് ഫിസിക്കൽ സ്ട്രെയിൻ എടുത്ത് അഭിനയിക്കേണ്ട ചില സീൻസ് ഉണ്ടെങ്കിലും പുള്ളിയുടെ ചില ആക്ഷൻസ്, ഇപ്പം ഒരു ചിരിയാവാം, അല്ലെങ്കിൽ ആ വോയിസ് മോഡുലേഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ടീസറിൽ കണ്ടതാണ്, വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി കടന്നു വരുന്ന ശുഭദിനം, എൻ്റെ മനക്കിലേക്ക് സ്വാഗതം എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മോഡുലേഷനുണ്ട്.
ആ ഒരു സ്വാഗതം കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു ഫിയർ നമ്മുടെ മനസ്സിനകത്ത് വരും. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് പ്ലസൻറ്റ് വെൽക്കം ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. അതെനിക്ക് ആ ടീസർ കണ്ടപ്പോഴേ എനിക്ക് തോന്നി. മമ്മൂക്കയുടെ ഈ ക്യാരക്ടറിൻ്റെ ചില മാനറിസംസ് കാണുമ്പോഴത്തേക്കും നമുക്ക് പല ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരും. പക്ഷേ നമുക്കത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു മൂവിയെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ബ്രേക്സ് സം സ്പോയിലേഴ്സായി മാറാൻ സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോഴത്തേക്ക് ഇതേ ഡൗട്ട്സ് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് ഹൊറർ മൂവി. ഇപ്പോൾ ഹൊറർ മൂവി എന്ന് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള ഹൊറർ മൂവി എടുക്കാം. ഇപ്പം ഇങ്ങനെ പറന്ന് യക്ഷി പ്രേതമൊക്കെ പറന്ന് വന്ന് അങ്ങനെയൊക്കെ ഹൊറർ മൂവീസ് എടുക്കാം. പക്ഷേ ഇതിൽ ഒരു ഹൊറർ ആസ്പെക്റ്റ് ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് കൊണ്ടുവന്നിരിക്കുന്നത് ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പം സൗണ്ട് എഫക്ട്സ് വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചിരി വെച്ചിട്ട്, അല്ലെങ്കിൽ വോയിസ് മോഡുലേഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു നോട്ടം വെച്ചിട്ട് അങ്ങനെ കൊണ്ടുവരുന്ന ഹൊററാണ്. പിന്നെ ഇതിൻ്റെ സോങ്സ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹോണ്ടിങ് ഫീൽ തരുന്ന ഒരു സോങ്ങാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇരുട്ടത്തൊക്കെ ഇരുന്ന് ഇത് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ വേറൊരു ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ് സോങ്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനു മുമ്പ് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ കിട്ടിയിട്ടുള്ള മണിച്ചിത്രത്താഴ് മൂവിയിലാണ്. ഇപ്പം പഴന്തമ്മി പാട്ടുകയും പിന്നെ ഒരു മുരൈ വന്ന് പാത്ത ഇതിൻ്റെയൊക്കെ ആ ഒരു സ്ലോ വേർഷൻ അത് നമ്മൾ കേട്ട് നോക്കുമ്പം നമുക്ക് ഇതേ ഫീല് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് തോന്നുന്നു അത് ഈ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ആ പഴയ മണിച്ചിത്രത്താഴിൻ്റെ പാട്ട് കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം എനിക്കൊരു സെയിം റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ, കളേഴ്സ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇവർ സൗണ്ട്സ് വെച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഈ അർജുൻ അശോകന് കഞ്ഞി കൊടുക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അത് പുള്ളി ഇങ്ങനെ കുടിക്കുന്ന ഒരു സീനുണ്ട്. അപ്പം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ സൗണ്ട്സും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കുന്ന സൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സൗണ്ട് വച്ചിട്ട് നമുക്ക് ആക്ച്വലി കൊതി വരും അത് കഴിക്കാനായിട്ട്. മനസ്സിലായി? ഇപ്പോൾ നമുക്ക് ഈ ഫുഡിൻ്റെയൊക്കെ നമ്മൾ വ്ളോഗ് എടുക്കുകയാണെങ്കിൽ ആ ഫുഡിലുള്ള ക്ലോസപ്പ് ഷോട്ട്സ് കളേഴ്സ് ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് കൊതി വരുന്നവരെ. ഇതിലൊന്നുമില്ല. ഇത് ജസ്റ്റ് ഒരു പാത്രത്തിൽ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ, ഒരു ബ്ലാക്ക് പാത്രത്തിൽ വൈറ്റ് റൈസ് കഞ്ഞി ഇങ്ങനെ കിടക്കണം. പക്ഷെ പുള്ളി അത് എൻജോയ് ചെയ്ത് കുടിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്കും ഓട്ടോമാറ്റിക്കലി, അല്ലെങ്കിൽ എനിക്കങ്ങനെ തോന്നി, ഓട്ടോമാറ്റിക്കലി ഒരു കൊതി വരും. മനസ്സിലായി? അപ്പം ആ ലെവലാണ് ഈ സിനിമയിൽ സൗണ്ട് പ്ലേ ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം കളർ കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തത് ദേ ഹാവ് കമ്മ്യൂണിക്കേറ്റഡ് വിത്ത് സൗണ്ട്. ഒരിടത്ത് പോലും എനിക്ക് ഈ സിനിമ ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. വളരെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രഫി ആയാലും എവറിത്തിങ് ഇസ് ടു ഗുഡ്, നത്തിങ് ടു ബ്ലെയിം. മനസ്സിലായില്ലേ? കുറേ കൺവെൻഷണൽ ആയിട്ടുള്ള തോട്ട്സിനെ അവർ എലിമിനേറ്റ് ചെയ്യണം. ഒരു സിനിമ സക്സസ് ആവാൻ എന്തൊക്കെ വേണം എന്നുള്ള കുറേ തോട്ട്സ് ഇപ്പോൾ കളേഴ്സിനെ കുറിച്ച് അവർ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? ഐ മീൻ കാസ്റ്റിന് ഓഫ് കോഴ്സ് പ്രാധാന്യമുണ്ട്, ബട്ട് യു ഡോണ്ട് നീഡ് എ ഹ്യൂജ് കാസ്റ്റ്. നിങ്ങൾക്ക് ഒരു സ്ക്രീൻ നിറയെ ആൾക്കാർ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പം വെറും ലിമിറ്റഡ് നമ്പർ ഓഫ് പീപ്പിൾ വെച്ചിട്ട് യു ക്യാൻ ഡെലിവർ ദ കൈൻഡ് ഓഫ് തോട്ട്സ്. ഞാനിവിടെ കളർ മ്യൂസിക് വെച്ച് കോമ്പൻസേറ്റ് ചെയ്തെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു റിവേഴ്സ് ഇക്വേഷനാണ് എനിക്ക് തോന്നുന്നത് മലൈക്കോട്ടെ വാലിബനിൽ ലിജോ യൂസ് ചെയ്തത്. അതായത് അവിടെ ആക്ച്വലി സിനിമയിൽ ചില പോർഷൻസ് ലാക്കിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും പുള്ളി അത് കളേഴ്സ് വെച്ച് കോമ്പൻസേറ്റ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അതിൻ്റെ ഫ്രെയിംസിനെ കുറിച്ച് വളരെയധികം നമ്മൾ പ്രശംസിക്കുന്നതാണ്. കളേഴ്സ് ആയാലും ലാൻഡ്സ്കേപ്സ് ആയാലും അതൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് സീൻ ഇപ്പം നമ്മുടെ ഒരു ഇത് ഡൗൺ ആവുന്നത്, ഇപ്പം നമുക്കൊരു ഓഡിയൻസിൻ്റെ റിട്ടൻഷൻ ഡൗൺ ആകുമെന്ന് തോന്നുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കുറച്ച് ഫ്രെയിംസ് തരുമ്പോഴത്തേക്കും നമ്മുടെ കോൺസെൻട്രേഷൻ ഇമ്മീഡിയറ്റ്ലി അതിലോട്ട് പോകും. അപ്പോൾ ഇവിടെ കളറിന് പകരം മ്യൂസിക്കാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് എന്നുള്ളത്. പക്ഷേ ഇത് നമ്മളെ ഇങ്ങനെ പിടിച്ചിരുത്തും. മനസ്സിലായില്ലേ? ഇപ്പം നമ്മൾ എവിടെയെങ്കിലും ഡിസ്കണക്റ്റ് ആവണം തോന്നുമ്പോഴത്തേക്ക് ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ മുഴച്ച് വരും, അടിയിൽ നിന്ന് റംബിൾ ചെയ്ത് വരും. അതായത് പോകരുത്, ഇതാ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ. ഐ മീൻ ലൈക്ക് ഇറ്റ് വാസ് എ റിയലി ഗുഡ് എക്സ്പീരിയൻസ്. ആ സിനിമ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഈ പാട്ടും മ്യൂസിക്കും ഇതെല്ലാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് തലയുടെ പുറകിൽ ഇങ്ങനെ പ്ലേ ആയിക്കൊണ്ടിരിക്കും. ഇറ്റ്സ് ഗുഡ് ടു സീ ദാറ്റ്. ഐ മീൻ യങ് ഡയറക്ടേഴ്സ്, മ്യൂസീഷ്യൻസ് ആർ ഓൾ എക്സ്പെരിമെൻറ്റിങ്. മനസ്സിലായില്ലേ? കൺവെൻഷണൽ ഐഡിയ എന്ന് മാറിയിട്ട് കുറേ അപ്പോൾ പഴയ സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയിരിക്കുമല്ലോ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതൊക്കെ ചെയ്ത് തുടങ്ങുന്നതെന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് റിയലി പ്രോമിസിങ്. എല്ലായിടത്തും ഇപ്പം ഈ മൂവിയെക്കുറിച്ച് തമിഴ്നാട്ടിലൊക്കെ നല്ല അടിപൊളി റിവ്യൂസാണ് വരുന്നത്. ഇനി വേറെ ആരെങ്കിലും ഇതിനടുത്ത് റീമേക്ക് ചെയ്ത് വല്ലതും കൊളവാക്കാതിരുന്നാൽ കൊള്ളാം. ഈ മൂവി ഇപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് ബ്ലെൻഡ്. ഇതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് മാറിക്കഴിഞ്ഞാലും പണി കിട്ടും. മനസ്സിലായില്ലേ? പക്ഷേ ഈ മൂവി ഫ്യൂച്ചറിൽ റീമാസ്റ്റർ ചെയ്ത് കളറിൽ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. ഐ മീൻ ജസ്റ്റ് ടു ഫീൽ ഹൗ ഇറ്റ് വിൽ ബി. മനസ്സിലായില്ലേ? നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കണ്ട ഫീൽ എന്താണ്, കളറിൽ കണ്ട ഫീൽ എന്താണെന്നുള്ളത്. അപ്പം അതും ഒരു പോസിബിലിറ്റിയാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ള പഴയ സ്പടികം മൂവി ഇപ്പം റിലീസ് ചെയ്തില്ലേ, 4K റീമാസ്റ്റർ ചെയ്ത്. അതേപോലെ എന്തെങ്കിലും ഒരു കാലത്ത് ഈ മൂവി അവർക്ക് കളർ ഗ്രേഡിങ് ചെയ്തിട്ട് കളറിൽ റീമാസ്റ്റർ ചെയ്ത് ഇറക്കുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി അനദർ എക്സ്പീരിയൻസ് ഫോർ ദ വ്യൂവേഴ്സിന് വേറൊരു എക്സ്പീരിയൻസ് കിട്ടും.
പിന്നെ ഒരു ബിസിനസ് പോസിബിലിറ്റിയും കൂടെയാണ് സിനിമയ്ക്ക്, മനസ്സിലായില്ലേ? പക്ഷേ ഈ സിനിമയ്ക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വർക്കായി എന്നും പറഞ്ഞ് ഇനിയിപ്പം എല്ലാ പടവും എടുത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അങ്ങനെയും ചില സിനിമകൾ വരാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ട്രെൻഡ് എന്ന് പറഞ്ഞിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് വരാനും സാധ്യതയുണ്ട്. അങ്ങനെയല്ല, ഈ സ്റ്റോറിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലാതെ എനിക്ക് കളർ ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. സോ ഇറ്റ്സ് ദ റൈറ്റ് ഡിസിഷൻ ബൈ ദ ഡയറക്ടർ. ഹാറ്റ്സ് ഓഫ് ടു ദ എൻറ്റയർ ടീം. ഇതൊരു ടീം വർക്കിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്, മനസ്സിലായില്ലേ? അതായത് മ്യൂസിക്കും ആർട്ടും കാസ്റ്റും ഡയറക്ഷനും എല്ലാം കൂടെ ഒരുമിച്ച് ആ ഒരു ബോണ്ട്, അതിൽ ഒരു ഫാക്ടർ മാറിക്കഴിഞ്ഞാൽ പണി കിട്ടുന്ന പരിപാടിയാണ്. പക്ഷേ ഇതെല്ലാം കറക്റ്റായിട്ട് ആ ബോണ്ടിൽ കൃത്യമായിട്ട് പോയി എന്നുള്ളതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ മൂവി. ഒരു നിമിഷം പോലും ഞാൻ ആ സിനിമയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയില്ല. ഐ വാസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫിക്സ്ഡ് ഇൻ ടു ദ മൂവി ആൻഡ് ഐ ഹോപ്പ് യു വിൽ ഓൾസോ ഫീൽ ദ സെയിം. അപ്പം ഹൈലി റെക്കമെൻഡഡ്. സോ അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ടേക്ക് കെയർ, ബൈ.